يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث الأميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മുടെ എല്ലാവരുടെയും അഭയകേന്ദ്രമാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തിയാലും നമുക്ക് ചോദിക്കാനുള്ളത് തങ്ങളോടാണ് അഭ്യർത്ഥന വേണ്ടത് എന്ന് പറയാൻ ലോകത്ത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവലാദികൾ പറയാനുള്ള കേന്ദ്രമാണ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലൗ അന്നഹും ഇളലമു അൻഫുസഹും, അവരോട് അക്രമം ചെയ്താൽ അഥവാ അവരുടെ ജീവിതത്തിൽ തെറ്റുവന്നാൽ, ജാഊക, അവര് തങ്ങളുടെ അടുക്കലേക്ക് വന്നു, ഫസ്തഗ്ഫറുല്ലാഹ്, അവിടുത്തെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർക്ക് വേണ്ടി റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ. ഏത് ഖുർആനാണിത് പറയുന്നത്? ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന് പറയുന്ന ഖുർആൻ. എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം ചെയ്യാമെന്ന് പറഞ്ഞ ഖുർആൻ. ഇദാ സഅലക ഇബാദി അന്നീ, ഞാൻ എവിടെയാണെന്ന് എൻ്റെ അടിമകൾ ചോദിച്ചാൽ, തങ്ങളോട് ചോദിച്ചാൽ, തങ്ങൾ പറയേണ്ടത് എന്താണ്? ഫഇന്നീ ഖരീബ്, ഇവിടെ തന്നെയുണ്ടല്ലോന്ന്. അങ്ങനെ പറഞ്ഞ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വരാൻ പറയുന്നത്. നിങ്ങൾ അല്ലാഹു എവിടെയാണെന്ന് അന്വേഷിച്ചാൽ അവൻ സമീപസ്ഥനാണ്, ചോദിച്ചാൽ അവൻ ഉത്തരം തരാൻ തയ്യാറാണ്. ഇതെല്ലാം പറഞ്ഞ ഖുർആൻ തന്നെ പറയാണ്, വലൗ അന്നഹും ഇളലമു അൻഫുസഹും, അവർ തെറ്റു ചെയ്താൽ, ജാഊക, അവര് തങ്ങളുടെ അടുക്കലേക്ക് വന്നു, ഫസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അവർക്ക് വേണ്ടി അർ റസൂലായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്താൽ, പാപമോചനം തേടിയാൽ, ലവജദുല്ലാഹ തവ്വാബൻ റഹീമാ, അപ്പോൾ അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനായി, കരുണ ചൊരിയുന്നവനായി റബ്ബിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഡിമാൻഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വരലാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഹാഫിള് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതിയത്, യുർഷിദു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈഡ് ചെയ്യുകയാണ്, നിർദ്ദേശിക്കുകയാണ്, അൽ ഉസാത വൽ മുദ്നിബീൻ, തെറ്റു ചെയ്തു പോയവരോട്, അരുതായ്മകൾ വന്നു പോയവരോട് അല്ലാഹു തആല പറയാണ്, ഇദാ വഖഅ മിൻഹുൽ ഖത്ഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് തെറ്റോ പിഴവോ വന്നു പോയാൽ, അയ്യഅതു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വരട്ടെ. ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു,
അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹിനോട് പൊറുക്കലിനെ തേടട്ടെ. അള്ളാഹുവിനോട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് പൊറുക്കൽ തേടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്. അത് വ്യക്തമായി മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് തേടണേ എന്നൊന്ന് പറയട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവർക്ക് വേണ്ടി പാപമോചനം തേടിയാൽ ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, അങ്ങനെ ചെയ്യുന്ന പക്ഷം താബല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും. വറഹിമഹും വഗഫറ ലഹും, അവർക്ക് കരുണ ചൊരിയുകയും പാപമോചനം നൽകുകയും ചെയ്യും. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലവജദുല്ലാഹ തവ്വാബൻ റഹീമാ. मैं मुजरिम हुआ का मुझे साथ ले लो, ഞാൻ അരുതായ്മ ചെയ്തു പോയ ആളാണ്, എന്നെ ഒന്ന് കൈപിടിക്കണേ. സായിലോ ദാമൻ സഖീ കാ ധാം ലോ, കുച്ച് ന കുച്ച് ഇൻആം ഹോ ഹി ജായേഗാ. തേടുന്നവരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോന്തല പിടിച്ച് തേടിക്കോളൂ. കുച്ചിന് കുച്ച് ഇൻആം ഹോ ഹി ജായേഗാ, എന്തെങ്കിലും ലഭിക്കാതിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ മൗലിദിൽ ഓതുന്നത് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബിയ്യ സ്വലാത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്, ദുഃഖമിറക്കി വെക്കാനുള്ള കേന്ദ്രമാണ്. ഇങ്ങനെയുള്ള പുണ്യനബിയുടെ മാസം വരുമ്പോ എങ്ങനെയാണ് ആനന്ദിക്കാതിരിക്കുക? ഇങ്ങനെയുള്ള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമാസം വരുമ്പോൾ എങ്ങനെ അറിയാതിരിക്കും? എങ്ങനെയാ തിരുദൂതരെ പറയാതിരിക്കും? എവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പറയേണ്ടത് ഒരു ഔപചാരികതയുടെ പേരിലായാൽ നമ്മളും മുത്തുനബിതങ്ങളും തമ്മിൽ ഒരു അകലമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? നമ്മള് മിനിസ്റ്ററെ കുറിച്ച് പറയും, അതൊരു ഒഫീഷ്യൽ ടോക്കാണ്. നമ്മുടെ കമ്പനിയുടെ മാനേജറെ കുറിച്ച് പറയും, അതൊരു ഔദ്യോഗിക വർത്തമാനമാണ്. എന്നാൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയേണ്ടത് അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അടരുകളിലും അറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വീട്ടിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മളെ സ്വാധീനിച്ച ഒരാളെ കുറിച്ച് നമ്മൾ പറയും. നമ്മുടെ ഒരു ഉസ്താദ് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിച്ച ആളാണെങ്കിൽ നമ്മുടെ ഒരു അനുസ്മരണ യോഗത്തിൽ മാത്രമല്ല സംസാരിക്കുക, ഒരാദരവിന്റെ ചടങ്ങിൽ മാത്രമല്ല, നമ്മൾ പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നവർക്കിടയിൽ ആ ഗുരുവര്യർ കടന്നു വരും. നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലുണ്ടല്ലോ, എന്നെ വല്ലാതെ സ്വാധീനിച്ച ആളാണ് എന്റെ ഉസ്താദ്.
ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു വളർന്നല്ലോ. എന്റെ ഉമ്മയുടെ പരിശ്രമമാണത്. ഉമ്മ നമ്മൾ അനൗദ്യോഗികമായി നമ്മുടെ വർത്തമാനത്തിൽ കടന്നു വരും. എനിക്ക് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നത് നല്ല ഒരു ഭാര്യ എനിക്കൊരു കരുതലായി ഉള്ളത് കൊണ്ടാണ്. ആ ഭാര്യയുടെ മഹത്വം ഞാൻ ഇങ്ങനെ പറയും. അതിന് ഒഫീഷ്യലായിട്ടൊരു വേദിയുടെ ആവശ്യമില്ല. ഞാൻ എന്റെ കൂട്ടുകാരനെ കുറിച്ച്, എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായ ആളെ കുറിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്ന വർത്തമാനങ്ങൾക്കിടയിലെല്ലാം വരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരനൗദ്യോഗികമായ സംസാരത്തിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാറുണ്ടോ? വീട്ടുകാരോട് ഇങ്ങനെ സന്തോഷം പങ്കുവെക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാറുണ്ടോ? നമ്മൾ ഔദ്യോഗികമായി സംസാരിക്കുമ്പോൾ പറയാ അതൊരു ഒഫീഷ്യൽ ടോക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒഫീഷ്യലായി നിൽക്കേണ്ടയാളല്ല. നമ്മുടെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഓർമ്മകളുടെയും അനുതാപങ്ങളുടെയും സഹതാപങ്ങളുടെയും ഹൃദയ വികാരങ്ങളുടെയും എല്ലാ ഇടവേളകളിലും കടന്നു വരേണ്ട ഓർമ്മയുടെ പര്യായമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സ്വഹാബികളുടെ കാലത്ത് നിസ്കാരത്തിന്റെ ഫർള് ഇത്ര എന്നുള്ള പാഠപുസ്തകം ഇല്ലാതിരുന്നത്. സ്വഹാബികൾക്ക് നിസ്കരിക്കുന്ന തിരുനബിയെ കണ്ടാൽ മതിയായിരുന്നു, ഒരു പാഠപുസ്തകത്തിന്റെ ആവശ്യം ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം ഒരു സ്വഹാബിയിലേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാരങ്ങൾ മുഴുവനും സ്വഹാബികളുടെ ചലനത്തിലും സംസാരത്തിലും ഇടപെടലിലും മുഴുവനായി സ്വാധീനിക്കപ്പെടുകയാണ്. പിന്നെ അവിടെ ഒരു പാഠപുസ്തകം വേണ്ട, എല്ലാമാണ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വീട്ടിൽ നമ്മൾ കുട്ടികളോട്, കുടുംബത്തോട്, നാട്ടിൽ കൂട്ടുകാരോട്, സഞ്ചാരങ്ങൾക്കിടയിൽ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കടന്നു വരണം. അപ്പോഴാണ് ഉള്ളിൽ പുണ്യ നബിയുണ്ട് എന്ന് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ട്വീറ്റ് വായിക്കുന്നവരാണെങ്കിൽ. അതിങ്ങനെ എഴുതുമ്പോൾ മനസ്സിൽ ഇങ്ങനെ വന്നു, എന്തൊരു അത്ഭുതമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാൾ ഉപയോഗിച്ച പാത്രം ഏതൊക്കെയായിരുന്നു എന്ന് രേഖപ്പെടുത്തുകയും 1500 കൊല്ലത്തിന് ശേഷം ലോകം വായിക്കുകയും ചെയ്യുന്നു. വേറെ ആരെ കുറിച്ചുണ്ട് ഇങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പി ഗ്ലാസ് അഥവാ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നു. മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം ഉപയോഗിച്ചു, മരം കൊണ്ടുണ്ടാക്കിയ പാത്രം ഉപയോഗിച്ചിരുന്നു, തോല് കൊണ്ടുണ്ടാക്കിയ പാത്രം ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള വായനയിൽ വരുന്ന അധ്യായമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് മൺപാത്രം കാണുമ്പോൾ ഓർക്കാണ്, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രമേൽ കൗതുകമുണ്ട് 1400 കൊല്ലം മുമ്പുള്ള ആ മൺപാത്രത്തെ കുറിച്ചൊന്ന് ഓർത്തു വെക്കാൻ. നിങ്ങൾ ആലോചിച്ചു. ഒരു തോൽപാത്രം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ലിന്നാസി ഹമ്മുൻ വലിൽ യൗമ ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മുൽ ശൈഖ് ഉസ്മാനി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വഫാത്തായ അന്ന് എല്ലാവർക്കും 2 ദുഃഖമാണ്. ഒരു ദുഃഖമാണ് ഉസ്മാൻ എന്നവരുടെ വിയോഗത്തിന്റെ വേദന. എനിക്കിന്ന് 2 വേദനയാണ്. ഉസ്മാൻ എന്നവർ പോയതുപോലെ ഒരു വേദന, എന്റെ കയ്യിൽ പുണ്യനബി തങ്ങൾ തന്ന ഒരു പാത്രം പോയതിന്റെ നൊമ്പരം. ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിൽ ഔപചാരികമായി നിന്ന ഒരാളല്ല. മെനിങ്ങാന്ന് മുസ്ലിം നാമധാരിയായ ഒരാൾ എവിടെയോ പ്രസംഗിക്കുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഒരു മഹാവ്യക്തി, 6 വയസ്സിൽ ഉമ്മ മരിച്ചുപോയി. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, ഇത് ആരെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്? ഈ പറയപ്പെടുന്ന വ്യക്തിയും ഇയാളും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? അങ്ങ് അകറ്റി വെച്ചുകൊണ്ട് വായിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ വായിക്കും പോലെ,
ഏതോ രാഷ്ട്രപിതാവിനെ വായിക്കും പോലെ അദ്ദേഹം അങ്ങനെയായിരുന്നു എന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആലോചിച്ചു പോവാ. റബീഉൽ അവ്വൽ ആവുമ്പോ ഇസ്ലാമിന്റെ പേരിലുള്ള ചെറിയ ആളുകളൊക്കെ വേദി കയറി എന്ന് പറയും. അദ്ദേഹം അങ്ങനെയായിരുന്നു, എല്ലാരെയും കണ്ടുപിടിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കമന്റ് വിടും. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? നമുക്ക് നമ്മളുടെ ഉമ്മയെ കുറിച്ച് പറയാൻ ഔദ്യോഗികതയുണ്ടോ? ഇല്ല. അതിന്റെ ഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണ്. എന്റെ ഉമ്മയെ കുറിച്ച് ഞാൻ പറയുന്നതിന് ഔദ്യോഗികമായ ഒരു ഭാഷയില്ല. അതെന്റെ മനസ്സു തന്നെയാണ് അതിന്റെ ഭാഷ. എന്റെ മക്കളെ കുറിച്ച്, എന്റെ ഭാര്യയെ കുറിച്ച്, എന്റെ സഹോദരങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിനൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഇല്ല. ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ ആവശ്യഘട്ടങ്ങളിലും ഇടതടവില്ലാതെ കടന്നു വരുന്ന പരാമർശത്തിന്റെ പ്രമേയമാണവരെങ്കിൽ അവരെക്കാൾ സ്നേഹിക്കപ്പെടേണ്ട റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഇടവേളകളിലും, ഇടപെടലുകളിലും, എല്ലാ ഇടവഴികളിലും, വിചാരമണ്ഡലങ്ങളിലും എപ്പോഴും വരുമ്പോഴാണ് ഹയ്യുൻ ഫീ ഖുലൂബിനാ, ഇവിടെ ജീവിക്കുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിനി സ്വന്തം ആലോചിച്ച് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനൗദ്യോഗികമായി തിരുനബിതങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് വലിയൊരു ദുഃഖമുണ്ട്. പ്രഭാഷകരും എഴുത്തുകാരും ചിലപ്പോ പൊതുജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് അംഗീകരിച്ചു കിട്ടാൻ, സെക്കുലറിസ്റ്റ് ആക്കാനുള്ള വലിയൊരു പരിശ്രമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെക്കുലർ വിചാരങ്ങളെ ലോകത്തിന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ എനിക്ക് അംഗീകരിക്കാൻ പുണ്യനബി തങ്ങളുടെ സെക്കുലർ അധ്യായങ്ങൾ അത്യാവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ അംഗീകരിക്കുന്നത് ഒരു സെക്കുലറിസ്റ്റ് ആയതുകൊണ്ടല്ല, ഒരു ദൈക്ഷണികനായതുകൊണ്ടല്ല. എനിക്ക് എന്റെ എല്ലാമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ചിലരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടാലേ, പച്ച ഗ്രാമീണയായ ഒരു ഉമ്മ പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു മകനെ പഠിപ്പിച്ചിട്ട് ഡോക്ടറായി. ആ മകൻ ഡോക്ടറായിട്ട് കൂട്ടുകാരെയും കൊണ്ട് വീട്ടിൽ വരുമ്പോൾ നിന്റെ ഉമ്മ ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാനെ കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി പെയിന്റൊക്കെ അടിച്ചുകൊണ്ടുവന്ന് ഉമ്മാന്റെ വായിൽ റോബോട്ടൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും പോലെ. എപ്പോഴാണ് ആ ഉമ്മയോട് നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റുക? ആ പച്ചഗ്രാമീണയായ ഉമ്മയെ കാണിച്ചിട്ട് അഭിമാനത്തോടെ ഇതാണ് എന്റെ ഉമ്മ എന്ന് പറയുമ്പോഴാണ് ശരിയായ സ്നേഹം അടയാളപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു കുറവുമില്ലാത്ത തികവിന്റെ പര്യായമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണെന്ന് പറയാൻ എനിക്കൊരു ഫാബ്രിക്കേഷന്റെയും ആവശ്യമില്ല. കാരണം എന്താണ്? ഐനുൽ ജമാലി വഐനുൽ കമാലി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിന് ആഘോഷിക്കണമെന്ന് ചോദിക്കുന്നവർ തിരുനബി തങ്ങളെ അറിഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജന്മമാസത്തിൽ എന്തിന് ആനന്ദിക്കണമെന്ന് ചോദിക്കുന്നവരോട് ഒന്നും പറയാനില്ല. അവര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചിട്ടില്ല. എങ്ങനെ വായിച്ചിട്ടില്ലാന്ന്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ അവർ അറിഞ്ഞിട്ടില്ല. അവര് ഗാന്ധിജിയെ വായിച്ച പോലെ വായിച്ചു പോയിട്ടുണ്ടാവാം, മാർക്സിനെ വായിച്ചതുപോലെ വായിച്ചു പോയിട്ടുണ്ടാവാം, നെഹ്റുവിനെ വായിച്ചതുപോലെ വായിച്ചു പോയിട്ടുണ്ടാകാം, ഐൻസ്റ്റൈനെ വായിച്ചതുപോലെ വായിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷേ ഉമ്മാനെ അറിഞ്ഞതുപോലെ ഒരു പടിയല്ല 1000 പടി അപ്പുറത്ത് നിന്നുകൊണ്ട് അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി
الصلاة على النبي الشفيع الأبتحي والحبيب العربي. അറിയുമോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു വരുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ സഹായം തേടി ആ ഹബീബിലേക്ക് അഭയം തേടുന്നോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നിന്നാൽ, പ്രാമാണികമായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ലോകത്ത് ആധികാരികതയുടെ 4 കേന്ദ്രങ്ങളായ മദ്ഹബിന്റെ ഇമാമുകൾ 4 മദ്ഹബും പരിശോധിച്ചു നോക്കിയാൽ അവര് മുഴുവനും ഒന്നിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: വൽഅഫു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ വായിക്കണം. എങ്ങനെ വായിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കേണ്ടത് കേവലം ഒരു ഔപചാരികതയുടെ മുമ്പിൽ നിന്നുകൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിന്റെ പ്രമേയമായി വായിച്ചാൽ നിങ്ങൾ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സിയാറത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് പറയാൻ അതാ മദ്ഹബിന്റെ ഇമാമുകളെ നമ്മളൊന്ന് വിളിച്ചു നോക്കാം. അവരാരാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾ? കുല്ലുൽ മദാഹിബി കൽമനാഹിലി ഫിത്തുഖാ ഇന്നൽ മദാഹിബ കൽമനാഹിലി ഫിത്തുഖാ. തഖ്വയിലേക്കുള്ള 4 ഉറവകളാണ്. ഒന്നാമത്തെ ഇമാമാരാണ്? കാലം കൊണ്ട് പ്രായം കൊണ്ട് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്: യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഹിമാക. എനിക്ക് വേണ്ടത് അവിടുത്തെ പ്രീതിയാണ്, എനിക്ക് വേണ്ടത് അവിടുത്തെ അഭയമാണ്. എന്നിട്ടോ അന ത്വാമിഉം ഫിൽ ജൂദി മിൻക വലം യകുൻ ലി അബി ഹനീഫത ഫിൽ അനാമി സിവാക. ഞാൻ അവിടുത്തെ അഭയം തേടി വന്നയാളാണെന്ന് അതാ 14ഓളം സ്വഹാബികളെ കണ്ട, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ട, താബിഈങ്ങളിൽ പരിഗണിക്കപ്പെടുന്ന ആധുനിക രചയിതാക്കൾ പോലും സുവറും മിൻ ഹയാത്തി താബിഈനിൽ താബിഈങ്ങളുടെ ലിസ്റ്റിൽ എണ്ണിയ സ്വഹാബികളുടെ ശിഷ്യനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്: അർജു റിളാക വഅഹ്തമി ബിഹിമാക. ഹനഫി മദ്ഹബിൽ ശറഹുൽ ഹിദായയിൽ മദീനത്തു ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസമക്ഷത്തിൽ ചെന്ന് അവിടുത്തെ സഹായം അഭ്യർത്ഥിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്നു നിൽക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണെന്ന് ഇമാമുകൾ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ ആ ഇമാമിങ്ങൾക്ക് പറയാനുള്ളത്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അറിയണേ, അവിടുത്തെ സന്നിധിയിൽ ചെന്ന് വേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങണേ. രണ്ടാമത്തെ ഇമാമാരാണ്? മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്. മാലിക്കി മദ്ഹബിന്റെ നേതാവ് ഇമാം മാലിക് ബിൻ അനസ് തങ്ങൾ 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാൻ. മദീനയിൽ ചെരുപ്പ് ധരിച്ച് നടക്കാൻ കഴിയാതെ പോയ മഹാൻ. മദീനത്ത് ചെരുപ്പ് ധരിച്ചുകൂടാന്ന് വല്ല കിതാബിലുണ്ടോ?
ഇല്ല. അങ്ങനെയാണ് സ്നേഹം, ബഹുമാനമൊക്കെ അങ്ങനെയാണ്. കേവലം നിയമത്തിന്റെ ഒരു വര കൊണ്ട് മാത്രം നോക്കേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ വന്നപ്പോൾ ചെരുപ്പ് ധരിച്ച് നടക്കാനോ വാഹനപ്പുറത്ത് സഞ്ചരിക്കാനോ കഴിയുന്നില്ല ഇമാം മാലിക് തങ്ങൾക്ക്. ഏതോ ആയത്തിലുണ്ടോ അങ്ങനെ പാടില്ല എന്ന്? ഏതോ ഹദീസിലുണ്ടോ അങ്ങനെ? ഇല്ല. അന്ന് ജീവിച്ചിരുന്ന ഏതോ താബിഈങ്ങൾ ചോദിച്ചോ, ആയത്തോ ഹദീസോ ഉണ്ടായിട്ടാണോ ഇമാം മാലിക് എന്നവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഖുർആനോ സുന്നത്തുണ്ടോ ആയത്തോ ഹദീസുണ്ടോ എന്ന് മാത്രമല്ല ഇസ്ലാമിൽ ചോദ്യം ഉണ്ടാവേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതാണത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഹദീസ് പഠിപ്പിച്ചു തരണം. അയാളെ ഒരു അടിയണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. നടന്നു പോകുമ്പോഴേ ഹദീസ് ചോദിക്കുന്നത്. അവ പറഞ്ഞത് അപ്പുറത്തെ മഹല്ലിത്തെ കാളിയാണ്. കാളിക്കാണ് ആദ്യം ശരിയാ അടി കൊടുക്കേണ്ടത്. കാളി ശരിയായില്ല, നാട്ടുകാർ ശരിയാവുള്ളൂ. കാളിയല്ലേ അഹഖു അൻ ഉദ്ദിബ, അദ്ദേഹത്തിനല്ലേ അതമുണ്ടാവേണ്ടത്, അദ്ദേഹത്തിനല്ലേ ശരിയായ ചിട്ടയും മര്യാദയും അറിയേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആനിലോ ഹദീസിലുണ്ടോ നടന്നു പോകുമ്പോൾ ഹദീസ് പറഞ്ഞുകൂടാന്ന്? അത് ബഹുമാനത്തിന്റെ ആദരവിന്റെ ഭാഗമാണ്. ഇങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഒരു വാഹനത്തിൽ അങ്ങ് പോവും. നേരെ പോകാൻ കഴിയുമെങ്കിലും വഴിയിൽ ചെല്ലുമ്പോ ആ വാഹനം ഒന്ന് ചുറ്റി വന്ന് പിന്നെയും പോകും. എന്തേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിങ്ങൾ അങ്ങനെ ചെയ്യണത്? മറ്റൊന്നുമല്ല, എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നപ്പോ അങ്ങനെയായിരുന്നു പോയത്, അതുകൊണ്ട് ഞാൻ പോവാണ്. അങ്ങനെയാണ് സ്വഹാബികളും ഇമാമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തത്. അപ്പോൾ ഞാനിനി വായിക്കാൻ പോകുന്നത് ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥം അൽ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിലെ ചില വരികളാണ്. എന്റെ പ്രിയ ഇമാമീങ്ങൾ എഴുതി വെച്ചത് എന്താണെന്ന് നമ്മൾ അറിയണം. ചില അല്പജ്ഞാനികൾ ആരോപണം പറയുമ്പോൾ അതിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു എഴുതി വെക്കുകയാണ്, നിങ്ങൾ ഒരു ഖബർ സന്ദർശിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം വിശദീകരിച്ചിട്ട് സാധാരണ ഒരു ഖബറാളിയെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സലാം പറയേണ്ടത് എങ്ങനെയാണ്, ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് പറയാണ്, ഫൈൻ കാനൽ മയ്യിത്തുൽ മുസാറു മിമ്മൻ തുർജാ ബറക്കത്തുഹു, ബറക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു മഹാനെയാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ ഫയതവസ്സലു ഇലല്ലാഹി തആല ബിഹി, ആ മഹാനിനെ ഇടനിലയാക്കി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഈ സയ്യിദിന്റെ, ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് നിങ്ങൾ തവസ്സുൽ ചെയ്യണം. وكذلك يتوسل الزائر بمن يراه الميت ممن ترجى بركته, അതുപോലെയാണ് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവർ ബറക്കത്ത് തേടിയിരുന്ന മഹാന്മാരെ നിങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തവസ്സുൽ ചെയ്യണം ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ബറക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന മഹാന്മാർ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ബറക്കത്ത് പ്രതീക്ഷിച്ചിരുന്ന ആളുകളെ നിങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോൾ അപ്പോഴും നിങ്ങൾ തവസ്സുൽ ചെയ്യണം എന്നല്ല. ബൽ യബ്ദഉ ബിത്തവസ്സുലി ഇലല്ലാഹി തആല ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ തവസ്സുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം.
യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നമ്മൾ തവസ്സുൽ ചെയ്യണം. എന്തേ? ഇദ് ഹുവൽ ഉംദതു ഫിത് തവസ്സുലി വൽ അസ്ലു ഫീ ഹാദാ കുല്ലിഹി വൽ മശ്റഉ ലഹു. എല്ലാ ഔലിയാക്കളുടെയും എല്ലാ അമ്പിയാക്കളുടെയും ആ സ്ഥാനപദവികളുടെയും അവരെ മുൻനിർത്തി ചോദിക്കുന്നതിന്റെയും കേന്ദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. فيتوسل به صلى الله عليه وسلم وبمن تبعه بإحسان إلى يوم الدين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയവരെയും തവസ്സുൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. എന്നിട്ട് ഇബ്നുൽ ഹാജ് തങ്ങൾ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കൊണ്ടുവരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനങ്ങൾക്ക് മഴ കിട്ടാതെ ദാരിദ്ര്യം വന്നാൽ മഹാനവറുകൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഫഖാല, എന്നിട്ട് അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയാണ് നിന്നോട് ഞങ്ങൾ മഴ തേടിയിരുന്നത്. ഫസഖൈതനാ, അന്ന് നീ ഞങ്ങൾക്ക് മഴ തന്നിരുന്നു. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിക. ഇപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനെ മുൻനിർത്തിയിട്ട് തവസ്സുൽ ചെയ്തിട്ട് ദുആ ചെയ്യുകയാണ്. ഫസ്ഖിനാ, ഞങ്ങൾക്ക് മഴ തരണേ. ഫയുസ്ഖൂൻ, അപ്പോൾ അവർക്ക് മഴ ലഭിക്കുന്നതാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കൊണ്ടുവരുന്നു. ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് പഠിച്ചു തൗഹീദ്, നേരിട്ട് പഠിച്ചു റിസാലത്തിന്റെ മഹത്വം, നേരിട്ട് പഠിച്ചു ഇബാദത്തിന്റെ അർത്ഥം. ഇതെല്ലാം പഠിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വാലിഹീങ്ങളെയും തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം നമ്മൾ. മാത്രമല്ല, ثم يتوسل بأهل تلك المقابر أعني بالصالحين منهم في قضاء حوائجه ومغفرة ذنوبه. പാപം പുറത്തു കിട്ടാനും ആവശ്യ സാധൂകരണത്തിനും സ്വാലിഹീങ്ങളെ മുൻനിർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ വിശദീകരിച്ചിട്ട് ഒരുപാട് ആളുകൾ പാലിക്കേണ്ട ചിട്ടകൾ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, വദാലിക കസീറുൻ മശ്ഹൂറുൻ വമാ സാലന്നാസു മിനൽ ഉലമാഇ വൽ അകാബിരി കാബിറൻ അൻ കാബിരിൻ മശ്രിഖൻ വമഗ്രിബൻ യതബറകൂന ബിസിയാറത്തി ഖുബൂരിഹിം വയജിദൂന ബറകത ദാലിക ഹിസ്സൻ വമഅനാ. ഇങ്ങനെ സ്വാലിഹീങ്ങളായ ആളുകളെ തവസ്സുൽ ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നത് പ്രസിദ്ധമായ കാര്യമാണ്. വമാസാലന്നാസു മിനൽ ഉലമാഇ, വേണ്ട പോലെ മതം പഠിച്ച ആളുകൾ അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്. ഉന്നതന്മാരായ പണ്ഡിതന്മാരും കാബിറൻ അൻ കാബിരിൻ, പരമ്പരയായി മശ്രിഖൻ വമഗ്രിബാ, എല്ലാ ദിക്കുമുക്കിലും ഉള്ള ആളുകൾ യതബറകൂന ബിസിയാറത്തി ഖുബൂരിഹിം, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ സന്ദർശിച്ച് അവർ അനുഗ്രഹം സ്വീകരിക്കും. വയജിദൂന ബറകത ദാലിക, അതിന്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഹിസ്സൻ വമഅനാ, പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളെ തവസ്സുൽ ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് മഹാനവറുകൾ
അത് വായിച്ചാൽ പേജുകളോളം വായിക്കാനുള്ള കാര്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം എന്നെല്ലാം വളരെ വിശദമായി പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ മുഹഖിഖീങ്ങളുടെ അഭിപ്രായം, ഇമാമുകളുടെ അഭിപ്രായം എല്ലാം വിശദീകരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യാത്ര പോയാൽ ലാ തുശദ്ദുർ റിഹാലു എന്ന ഹദീസ് കൊണ്ടുവന്ന് ആരും നിങ്ങൾക്ക് മറുപടി പറയാൻ നിൽക്കേണ്ടതില്ല, അതിന്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ ഒരുങ്ങിയാൽ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് മുഴുവനും ബറക്കത്തെടുക്കാനുള്ള കേന്ദ്രമാണ്. എന്നിട്ട് അവിടുന്ന് മഹാനവറുകൾ പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വമൻ ഖറജ ഖാസിദൻ ഇലൈഹാ ദൂന ഗൈരിഹാ ഫഹുവ ഫീ അജല്ലി ത്വാഅതി വഅലാ ഫഹനീഅൻ ലഹു സുമ്മ ഹനീഅൻ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറയാണ്. അറിയുമോ, നമ്മൾ മദീനയിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ പുണ്യവഹാദല്ലദീ ഖാലഹു മുസല്ലമുൻ സഹീഹുൻ ലാ യർതാബു ഫീഹി ഇല്ലാ മുശ്രികുൻ വ മുആനിദുൻ ലില്ലാഹി വ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരുള്ളവരും അല്ലാഹുവിനോട് എതിരുള്ളവരും ബഹുദൈവ വിശ്വാസികളുമല്ലാതെ സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനെ എതിർക്കുകയില്ല. എന്നിട്ട് പറയുന്നു, അന്ന സിയാറത്തൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വാജിബത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ വാജിബാണ്. ഖാല അബ്ദുൽ ഹഖ് എന്നവര് പറഞ്ഞു, യുരീദു വുജൂബ സുനനിൽ മുഅക്കദ, പ്രബലമായ സുന്നത്ത് എന്ന നിലക്കത് വാജിബാണ്. വൽ ഹാസിലു മിൻ അഖ്വാലിഹിം, ഇമാമീങ്ങളുടെ വചനങ്ങൾ മുഴുവനും എടുത്തു വെച്ചാൽ അതിന്റെ രത്ന ചുരുക്കം ഖുർബത്തുൻ മത്ലൂബത്തുൻ ലിനഫ്സിഹാ ലാ തഅല്ലുഖ ലഹാ ബിഗൈരിഹാ ഫതൻഫരിദു ബിൽ ഖസ്ദി വശദ്ദുർ റിഹാലി ഇലൈഹാ. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മദീനത്തേക്ക് പോയാൽ അതൊരു സ്വതന്ത്രമായി പുണ്യകർമ്മമാണ്, മഹത്വമുള്ള അമലാണ്. ചില ആള് പറയും, മദീനത്തേക്ക് നിങ്ങൾ പോകുമ്പോ പള്ളിയിൽ നിസ്കരിക്കാനുള്ള നിയ്യത്തിൽ പോണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാനുള്ള നിയ്യത്തിൽ പോണ്ട, അങ്ങനെ പോയാൽ കുഴപ്പമാണ്. പള്ളിയിൽ പോയ വകയിലൊന്ന് സിയാറത്ത് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സിയാറത്ത് ചെയ്യണം എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം മദീനയിലേക്ക് പോയിക്കൂടാ, അത് ശരിയല്ല. ഇക്കഴിഞ്ഞ ഒരു യാത്രയിൽ ഞങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ എന്റെ അടുത്ത് ഈജിപ്ഷ്യനായ ഒരാളുണ്ടായി. അയാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ മദീനത്ത് വരും, പള്ളിയിൽ നിസ്കരിക്കാൻ വരും, കൂട്ടത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ വരാൻ പാടുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല, അത് തെറ്റാണ്. എന്താണ് അതിന് തെളിവ്? ലാ തശുദ്ദുർ റിഹാല, നിങ്ങൾ കെട്ടുകെട്ടി യാത്ര ചെയ്യരുത് 3 പള്ളികളിലേക്കല്ലാതെ. മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ?
പോകാലോ. ആ ഉമ്മയുടെ ഖബർ മദീനയിലാണെങ്കിൽ ആ ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് വരാൻ പറ്റുമോ? അയാൾ പറഞ്ഞു, എനിക്ക് ആലോചിക്കണം. ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ ലോകത്തെവിടെ വേണമെങ്കിലും പോകാം എന്ന് പറയുന്നുവെങ്കിൽ ആ ഉമ്മയേക്കാൾ ഹാദാനി ഫിദ്ദുനിയാഹും അർറഹമാഉ ഫഇദാ റഹിംത ഫഅൻത ഉമ്മുൻ അം അബൂ. തങ്ങൾ അവിടുന്ന് കാരുണ്യം ചെയ്തപ്പോൾ ഫഅൻത ഉമ്മുൻ അം അബൂ, ഇത് ഉപ്പയാണോ ഉമ്മയാണോ? രണ്ടുമല്ല, അതിനപ്പുറത്താണല്ലോ എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഹാദാനി ഫിദ്ദുനിയാഹും അർറഹമാഉ. എത്ര വലിയ അബദ്ധവാദമാണ് ബിദ്അത്തുകാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനത്ത് പോയിക്കൂടാ എന്ന വാദം ഒരു ആയത്തിനോടും ഒരു ഹദീസിനോടും നിരക്കുന്ന വാദം അല്ല. കെട്ടുകെട്ടി യാത്ര ചെയ്യാൻ 3 പള്ളിയിലേക്ക് പറ്റുള്ളൂ, ബാക്കി ദുനിയാവിലേക്കൊക്കെ പറ്റും. ഒരു പള്ളിക്ക് മറ്റു പള്ളികളെക്കാൾ മഹത്വമുണ്ട് എന്ന നിലയിൽ 3 പള്ളികൾക്കാണ് അല്ലാഹു തആല മഹത്വം നൽകിയിട്ടുള്ളത്. അതിലേറ്റവും മഹത്വമുള്ള പള്ളി മസ്ജിദുൽ ഹറാം, പിന്നെ മഹത്വമുള്ള പള്ളി മസ്ജിദുൻ നബവി അശ്ശരീഫ്. പള്ളിക്ക് മഹത്വം എങ്ങനെ കിട്ടിയത്? നബിപ്പള്ളി ആയോണ്ടാ കിട്ടിയത്. ആ പള്ളിക്ക് മഹത്വം കിട്ടാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്നും പള്ളിയുടെ പേര് മസ്ജിദുർ റഹ്മാൻ എന്നല്ല, മസ്ജിദുല്ലാഹി എന്നല്ല. ആ പള്ളിന്റെ പേരെന്താ? മസ്ജിദുൻ നബവി അശ്ശരീഫ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞെന്താ? മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളി, എന്റെ ഈ പള്ളി, ഈ പള്ളിക്ക് ബഹുമാനമുണ്ട്. വമസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയ്ക്കും മഹത്വമുണ്ട്. അപ്പൊ നിസ്കാരത്തിന് 1000-ന്റെ, ലക്ഷത്തിന്റെ, 10,000-ന്റെ കൂലി വർദ്ധിച്ചു കിട്ടും എന്ന അർത്ഥത്തിൽ ഈ 3 പള്ളികളെ ഉള്ളൂ. എത്ര ശൂന്യമായ വാദമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മാത്രമായി ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിൽ പോയിക്കൂടാ എന്ന വാദം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് മനസ്സിലായിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. മദീനയിലേക്ക് ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കറിയാൻ കഴിയും. ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു സയ്യിദി അബാ മുഹമ്മദിൻ റഹിമഹുല്ലാഹ്, എന്റെ സയ്യിദായ അബൂ മുഹമ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉൻദുർ ഇലാ സിർരി മാ വഖഅ മിൻ ഹിജ്റതിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഇലൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിന്റെ രഹസ്യം അറിയുമോ മോനെ? വഇഖാമതി ബിഹാ, ഇഖാമതിഹി ബിഹാ ഹത്താ തഖല ഇലാ റബ്ബിഹി അസ്സ വജല്ല. അല്ലാഹുവിലേക്ക് യാത്രയാകുന്നത് വരെ മദീനയിൽ താമസിച്ചല്ലോ. എന്താണെന്നറിയുമോ? അതിലൊരു മഹത്വമുണ്ട്. മറ്റൊന്നുമല്ല, അന്ന ഹിക്മത്തൽ മൗലാ സുബ്ഹാനഹു വ തആല ഖദ് മളത് അലാ അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം തതശറഫുൽ അശ്യാഅ ബിഹി ലാ ഹുവ യതശറഫു ബിഹാ. തതശറഫുൽ അശ്യാഅ ബിഹി ലാ ഹുവ യതശറഫു ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വസ്തുക്കൾക്ക് മഹത്വം ലഭിക്കും. വസ്തുക്കളുടെ മഹത്വം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹത്വം ലഭിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ജനിച്ചെങ്കിൽ നമ്മൾ പറഞ്ഞേനെ വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് മഹത്വമുണ്ട്.
തിങ്കളാഴ്ച ജനിച്ചപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് തിങ്കളാഴ്ചക്ക് മഹത്വം കിട്ടി. എന്തേ തിങ്കളാഴ്ചക്കുള്ള ബഹുമാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫീഹി ഉലിത്തു, ഞാൻ ജനിച്ചു എന്ന മഹത്വം തിങ്കളാഴ്ചക്കുണ്ട്. വെള്ളിയാഴ്ചക്ക് എന്താ മഹത്വം? ഉലിദ ആദം, ആദം അലൈഹിസ്സലാം ജനിച്ച ദിവസമാണ്. ആ ബഹുമാനം ഇങ്ങോട്ട് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അങ്ങോട്ട് വരികയാണ്. ഫലൗ ബഖിയ അലൈഹി സ്വലാത്തു വസ്സലാം ഫീ മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ തന്നെ താമസിച്ചിരുന്നുവെങ്കിൽ ഇലന്തിഖാലിഹി ഇലാ റബ്ബിഹി തആല, അല്ലാഹുവിലേക്ക് യാത്രയാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ തന്നെ ആയിരുന്നെങ്കിൽ ആളുകൾ പറയുമായിരുന്നു ഖത്തശറഫ ബിമക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയെ കൊണ്ട് ബഹുമാനം അങ്ങോട്ട് കിട്ടി എന്ന്. ആ മക്കയ്ക്കുള്ള ബഹുമാനം എവിടുന്ന് കിട്ടിയതാണ്? ഖദ് സബഖ ബി ആദമ വൽ ഖലീൽ വ ഇസ്മാഈൽ അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയിലൂടെയും ഇസ്മായിൽ നബിയിലൂടെയും ആദൻ നബിയിലൂടെയും ബഹുമാനം കിട്ടിയ മക്കയുടെ മഹത്വം ഇങ്ങോട്ട് കിട്ടിയെന്ന് പറഞ്ഞേനെ. മദീനയുടെ മഹത്വം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങോട്ടാണ്. فلما أن أراد الله تعالى أن يبين لعباده أنه عليه الصلاة والسلام أفضل المخلوقات كان ما تقدم ذكره من هجرته عليه الصلاة والسلام إلى المدينة فتشرفت المدينة به. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ മദീന മഹത്വമുള്ള നാടായി. അതുവരെ മദീന രോഗം, പകർച്ചവ്യാധി ഒക്കെയുള്ള യസ്രിബ് എന്ന നാടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ദുആ ചെയ്തത് എന്താണെന്നറിയുമോ? അല്ലാഹുവേ, നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കയിൽ കൊടുത്തതും അതുപോലെയുള്ള മഹത്വവും എനിക്ക് മദീനയിൽ തരണം. പിന്നീട് ദുആ ചെയ്തൊരു കാര്യമുണ്ട്, ഞാൻ എനിക്കിഷ്ടപ്പെട്ട മക്കത്തെന്നാണ് വന്നത്, നിനക്കിഷ്ടപ്പെട്ട മദീനയിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഈ മഹത്വമുള്ള നാടിൽ എല്ലാ ബഹുമാനവും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ എല്ലാം നൽകി. അങ്ങനെയാണ് മദീന പുണ്യമുള്ള നാടായി വരുന്നത്. വൻളുർ ഇലൽ അശിയാഇ അല്ലതി ബാശറഹാ അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്യുകയും സമീപിക്കുകയും ചെയ്ത മുഴുവൻ വസ്തുക്കളിലേക്കും നീ നോക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഹത്വം കിട്ടിയതാണ്. അലാ തറാ അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ഫിൽ മദീനതി, മദീനയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, തുറാബുഹാ ശിഫാഉൻ, അവിടുത്തെ മണ്ണ് രോഗശമനത്തിന് പറ്റുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വമാ ദാക ഇല്ലാ ലിതറദ്ദുദിഹി അലൈഹിസ്സലാം ബിതിൽകൽ ഖുതൽ കരീമാ. ആ പുണ്യസ്ഥലത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയും വരികയും പോവുകയും ചെയ്തു എന്നതല്ലേ മദീനത്തെ മണ്ണിന് ബഹുമാനം കിട്ടാനുള്ള കാരണം. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത്? ലിഇയാദതി മരീദിൻ ഔ ഇഗാസതി മൽഹൂഫിൻ ഔ ഗൈരി ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയും പോവുകയും വരികയും ചെയ്തു എന്ന കാരണത്താൽ മദീനയിലെ മണ്ണിന് ബഹുമാനമുണ്ടായി, ശിഫ ലഭിച്ചു. വലമ്മാ കാന മശീഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി ബിൽ മദീനതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം പള്ളിയിലായപ്പോൾ അവിടുന്ന് സാധാരണ സ്ഥലത്തുകൂടി നടക്കുന്നതിനേക്കാൾ കൂടുതൽ നടന്ന സ്ഥലം പള്ളിയാണ്. അങ്ങനെ വന്നപ്പോൾ അളുമ ശറഫുഹു ബിദാലിക, പള്ളിയുടെ മഹത്വം ഒന്നുകൂടി വർദ്ധിച്ചു. മദീനത്തെ മറ്റു പ്രദേശത്തേക്കാൾ പള്ളിക്ക് ബഹുമാനം കിട്ടി. ഫകാനത്തി സ്വലാത്തു ഫീഹി ബിഅൽഫി സ്വലാ,
അവിടെ നിസ്കരിക്കുമ്പോൾ 1000 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ്. ولما أن كان تردده عليه الصلاة والسلام بين بيته ومنبره നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നടന്നതിനേക്കാൾ കൂടുതൽ പള്ളിയുടെയും അഥവാ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലാണ് കൂടുതൽ പ്രാവശ്യം നടന്നത് എന്ന് വന്നപ്പോൾ കാനത്ത് തിൽക്കൽ ബുഖഅത്തു ശരീഫത്തു ബിനഫ്സിഹാ, അവിടുന്ന് ആ സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്നയായി. ആരാ? മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു അൽ മദ്ഖലിൽ എഴുതി വെക്കുകയാണ്. മദീനത്തെ മണ്ണിന് മൊത്തമുള്ള പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നതുകൊണ്ടാണ്. പള്ളിക്ക് വലിയ പുണ്യം അവിടുന്ന് ഏറെ പ്രാവശ്യം നടന്നതുകൊണ്ടാണ്. ആ പള്ളിയോട് തന്നെ ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലം മാ ബൈന ബൈതിഹി വ മിംബരിഹി, അവിടുത്തെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലായപ്പോൾ അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയായി. അവിടുന്ന് പറഞ്ഞല്ലോ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന വഫീ തഅ്വീലി ദാലിക ഖൗലാനി. എന്താണ് ആ സ്ഥലത്തിന് സ്വർഗത്തോപ്പിൽ നിന്നൊരു തോപ്പെന്ന് പറയാനുള്ള കാരണം? അവിടെ 2 വ്യാഖ്യാനം മഹാന്മാര് നൽകി. ഒന്ന്, അന്നൽ അമല ഫീഹാ യഹ്സുലു ലിസാഹിബിഹി റൗളത്തുൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിസ്കരിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു തോപ്പ് നൽകും എന്നാണ് അതിന് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തേതോ അന്നഹാ ബിനഫ്സിഹാ തുൻഖലു ഇലൽ ജന്ന, ആ സ്ഥലം അങ്ങനെ തന്നെ നാളെ സ്വർഗത്തിലേക്ക് നീക്കപ്പെടും. ആ സ്ഥലം സ്വർഗത്തിന്റെ പാർട്ടാക്കി മാറ്റപ്പെടും. ഈ 2 വ്യാഖ്യാനത്തിലാണ്. എങ്ങനെയായാലും ആ സ്ഥലത്തിന് ബഹുമാനം കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. വഹാദാ ഹുവ സ്വഹീഹു, രണ്ടാമത് പറഞ്ഞതാണ് ഏറ്റവും പ്രമാണയോഗ്യമായത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ കാര്യങ്ങൾ പറയുമ്പോൾ വമ്മഅലീമു ജനാബിൽ അംബിയാഇ വറുസുലി സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം, അമ്പിയാക്കന്മാരെ സിയാറത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിശദമായ ഒരു പാരഗ്രാഫ് മഹാനവറുകൾ എഴുതി. ഞാനതിപ്പോൾ വായിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. അവസാനം ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫസ്ലുൻ അൽ മദ്ഖലിന്റെ 258-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ എഴുതുന്നു, അമ്മാ ഫീ സിയാറത്തി സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ സ്വലവാത്തുല്ലാഹി അലൈഹി വസലാമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ, അവിടെ ഫകുല്ലു മാ ദുകിറ യസീദു അലൈഹി അദ്ആഫഹു, ഇതുവരെ മുഴുവൻ അമ്പിയാക്കന്മാരെയും സിയാറത്ത് ചെയ്താൽ കിട്ടുന്ന പുണ്യം അതിന്റെ എത്രയോ വർദ്ധിതമായ പുണ്യമാണ് അപ്പോൾ കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ അവിടെ മറ്റ് അമ്പിയാക്കന്മാര് സിയാറത്ത് ചെയ്തപ്പോൾ കാണിച്ച അദബുകളേക്കാൾ വലിയ അദബ് കാണിക്കണം. വിനയത്തിലും താഴ്മയിലും അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. لأنه الشافع المشفع الذي لا ترد شفاعته ولا يخيب من قصده. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിപാർശ തട്ടപ്പെടുന്ന ശിപാർശയല്ല, അത് ലക്ഷ്യം വെച്ചവർ പരാജയപ്പെടുകയില്ല. വലാമൻ നസല ബിസാഹതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറ്റത്ത് എത്തിയവർ പരാജയപ്പെടില്ല. വലാമൻ ഇസ്തആന അവിസ്തഗാസ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയവരും അവിടുത്തെ അഭയം അഭ്യർത്ഥിച്ചവരും പരാജയപ്പെടുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഖുതുബു ദായിറത്തിൽ കമാലി വഅറൂസുൽ മംലക, പരിപൂർണതയുടെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹ്മദ് ആസ്മാനോ മേ, जमीन में ओ मोहम्मद है
अहमद आसमानों में मदीना राजधानी है, दो आलम पर हुकूमत है. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ മുഹമ്മദാണ്, വാനലോകത്തെ അഹ്മദാണ്. ഇരു ലോകത്തിന്റെയും തലസ്ഥാനമാണ് മദീന. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. മൗലായ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നാൽ ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ സിയാറത്ത് ചെയ്യണം. ഫമൻ തവസ്സല ബിഹി ഔ ഇസ്തഗാസ ബിഹി ഔ ത്വലബ ഹവായിജഹു മിൻഹു, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ചെന്ന് തങ്ങളെ തവസ്സുൽ ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചാൽ, ഔ ത്വലബ ഹവായിജഹു മിൻഹു, ആവശ്യ സാധൂകരണം തങ്ങളോട് തേടിയാൽ, ഫലാ യുറദ്ദു, അത് അവഗണിക്കപ്പെടുകയില്ല, വലാ യഖീബു, ചോദിച്ചയാൾ പരാജിതനാവുകയില്ല. ലിമാ ഷഹിദത് ബിഹിൽ മുആയനതു വൽ ആസാർ, ബോധ്യങ്ങളും തെളിവുകളും ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ. വയഹ്താജു ഇലൽ അദബിൽ കുല്ലി ഫീ സിയാറതിഹി അലൈഹി സ്വലാത്തു വസ്സലാം, എല്ലാ നിലക്കുമുള്ള ആദബും ചിട്ടയും പാലിച്ചിരിക്കണം. വഖദ് ഖാല ഉലമാഉനാ റഹ്മത്തുള്ളാഹി അലൈഹിം, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അന്നസ്സായിറ യുശ്ഇറു നഫ്സഹു ബിഅന്നഹു വാഖിഫുൻ ബൈന യദൈഹി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന ഒരു ബോധം സിയാറത്ത് ചെയ്യാൻ പോകുന്ന ആൾക്ക് വേണം. ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം, മദീനത്ത് എന്ന ആളുകൾ മുവാജഹത്തു ശരീഫയിലും അല്ലാതെയും കാണിക്കുന്ന അശ്രദ്ധ. സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ അവർ ശബ്ദമുയർത്തുന്നത് ഇപ്പുറത്ത് സിയാറത്ത് ചെയ്യുന്ന പുരുഷന്മാർക്ക് കേൾക്കാവുന്ന വിധം മദീനത്തെ പള്ളിയിൽ ചെന്നുകൊണ്ട് ശബ്ദമുയർത്തുകയാണ്. അതാ നാട്ടിലുള്ളവരെ ലൈവായി കാണിക്കാൻ വാട്സപ്പ് കോൾ ചെയ്ത് മുവാജഹത്തു ശരീഫയിൽ ലോകത്തിന്റെ രാജാവ്, ഇരു ലോകത്തിന്റെയും നേതാവിന് വിശ്രമിക്കുന്ന സ്ഥലത്ത്, വിനയത്തോടെ ചെന്ന് നിൽക്കേണ്ട സ്ഥലത്ത്, അതാ വീഡിയോ ഓണാക്കി ലൈവ് ചാറ്റ് ചെയ്തുകൊണ്ട് ചെല്ലുന്നവരെ, അതൊരു അദബുള്ള പെരുമാറ്റമല്ല. അവിടെ ചെല്ലുമ്പോൾ എല്ലാ ശ്രദ്ധയും ഹബീബിലേക്കായിരിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കായിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ പാദമിടറേണ്ട സ്ഥലമാണ്, തൊണ്ടയിടറേണ്ട സ്ഥലമാണ്, വാക്ക് പുറത്തു വരാത്ത സ്ഥലമാണ്. അറിവുള്ളവർക്ക് ഏറെ ബഹുമാനമാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടല്ല, ആ മഹത്വം അറിഞ്ഞപ്പോൾ അവിടുത്തെ കാല് വിറയ്ക്കുകയാണ്, തൊണ്ടയിടറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ അവിടുത്തെ നിർദ്ദേശപ്രകാരം ഇമാമത്ത് നിന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. രോഗത്തിനൊരാശ്വാസം കിട്ടിയപ്പോൾ അവിടുന്ന് പള്ളിയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അതേ നിസ്കാരത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഅ്മൂമാകാൻ പിന്നോട്ട് വരുമ്പോൾ
അവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെ തന്നെ തുടർന്നോളൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഖുഹാഫയുടെ മകനായ എനിക്ക് സാധിക്കൂല, അവിടുത്തെ മുന്നിൽ നിന്ന് ഇമാമാകാൻ കഴിയൂല. അവിടുത്തെ നിൽക്കുമ്പോൾ അവിടുത്തെ മുന്നിൽ ഇമാമാവാൻ സാധിക്കൂല. ആരാണ്? ഭാര്യയുടെ ഉപ്പയാണ്, ചെറുപ്പത്തിലെ കൂട്ടുകാരാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം മഹത്വമറിഞ്ഞപ്പോൾ അവിടുന്ന് സമീപിക്കുന്നത് എത്ര വലിയ ആദരവിലാണ്. ശബ്ദമുയർന്നു പോകുമോ എന്ന പേടിയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഭർത്താവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിലപ്പോൾ വിനോദം കാണിക്കുന്നത് കാണുമ്പോഴും സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പേടിയാണ്. എന്തേ മോളെ, നീ ആരുടെ മുമ്പിലാണ്? അവര് ഭാര്യ ഭർത്താക്കളാണ്, അവര് വിനോദത്തിലാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ബഹുമാനം അമ്മോശങ്കാക്കയാണ്, ഭാര്യാപിതാവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമറിഞ്ഞപ്പോൾ ചിലപ്പോ മകൾക്ക് അമർത്തിയൊരു നുള്ളു കൊടുത്തു. നീ ഇങ്ങനെയാണോ കളിക്കുന്നത്? കാരണം അവിടുത്തെ ഉള്ളിലെ ബഹുമാനമാണ്. അപ്പൊ എല്ലാ ബഹുമാനത്തോടെയും ചെന്ന് നിൽക്കേണ്ട സ്ഥലമാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ കിടക്കുന്ന തിരുസന്നിധിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ കമാ ഹുവ ഫീ ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് എങ്ങനെയാണോ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് അതേ ആദരവോടെ നിൽക്കണം. കാരണം ഇത് ലാ ഫർഖ ബൈന മൗതിഹി വ ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും മരണവും തമ്മിൽ വ്യത്യാസമില്ല. അതിന്റെ അർത്ഥം അഅനി ഫീ മുശാഹദതിഹി ലി ഉമ്മതിഹി വ മഅരിഫതിഹി ബി അഹ്വാലിഹിം വ നിയാതിഹിം വ അസായിമിഹിം വ ഖവാതിരിഹിം വ ദാലിക ഇൻദഹു ജലിയുൻ ലാ ഖഫാഅ ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുമ്പോഴും നമ്മൾക്ക് സാക്ഷിയാണ്. നമ്മളെ കാണുന്നുണ്ടേ, നമ്മുടെ അവസ്ഥ അറിയുന്നുണ്ടേ, നമ്മുടെ നീയത്ത് അറിയുന്നുണ്ടേ, നമ്മുടെ ലക്ഷ്യമറിയുന്നുണ്ടേ. വദാലിക ഇൻദഹു ജലിയുൻ ലാ ഖഫാഅ ഫീഹി, അവിടെ അവ്യക്തതയില്ല, സുവ്യക്തമാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള പദവി അതാണ്. ഫൈൻ ഖാലൽ ഖായിലു ഹാദിഹി സിഫാത്ത്, ഇനി ആരെങ്കിലും പറഞ്ഞാൽ ഈ വിശേഷണങ്ങളെല്ലാം മുഖ്തസ്സത്തും ബിൽ മൗലാ സുബ്ഹാനഹു വ തആല, ഇതെല്ലാം അല്ലാഹുള്ള വിശേഷണല്ലേ നിങ്ങൾ നബിക്ക് ചാർത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊന്നും നിങ്ങൾ വീണു പോകണ്ട. കാരണം എന്തേ? സാധാരണ മുഅ്മിനീങ്ങൾക്ക് തന്നെ മരണാനന്തരം ഈ ലോകത്ത് അവരുടെ സുഹൃത്തുക്കളുടെ ചലനങ്ങൾ അറിയാം. അപ്പോൾ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വ്യക്തമായി അറിയാം. ഒരു പേജ് ആ വിഷയം മഹാനവറുകൾ സമർത്ഥിക്കുന്നു. അത് മുഴുവനായും വായിച്ചു പറയാനുള്ള നേരം ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിന്റെ പ്രധാന ഭാഗം മാത്രമേ വായിച്ചുള്ളൂ. എന്നിട്ട് ആ പേജിൽ ബഹുമാനപ്പെട്ടവർ 259 പേജിന്റെ അവസാനം എഴുതുകയാണ്, ഫത്തവസ്സുലു ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്രമൽ ഖൽഖ് ചൊല്ലി വിളിക്കുന്നത്, ഇർതകബതു ചൊല്ലിയിട്ട് മദ്ഹ് ചൊല്ലുന്നത്, അത് ഹുവ മഹല്ലു ഹത്തി അഹ്മാലിൽ ഔസാരി വഅസ്ഖാലിൽ ദുനൂബി വൽ ഖതായാ.
പാപങ്ങളും ദോഷങ്ങളും ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ്. لأن بركة شفاعته عليه الصلاة والسلام وعظمها عند ربه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹവും മഹത്വവും ലാ യതആലമുഹാ ദംബുൻ, ഒരു പാപവും അതിൻ്റെ മേലെയല്ല. എത്ര വലിയ പാപം ചെയ്താലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത മഹത്വം കൊണ്ട് റബ്ബിലേക്ക് ശുപാർശ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ശിർക്ക് അതിലെണ്ണേണ്ട കാര്യം അല്ല. ശിർക്കിന് അഫ്വില്ല. അല്ലാഹുവിന് പങ്കാളിയുണ്ട്, കൂട്ടാളിയുണ്ടെന്ന വിശ്വാസം അത് നമ്മുടെ ചർച്ചയ്ക്ക് പുറത്താണ്. അതുമായി നമുക്കൊരു ബന്ധവും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനം അത്രമേൽ വലുതാണ്. ആ മഹത്വമുള്ള സ്ഥാനം കൊണ്ട് അല്ലാഹു തആല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. ഇത് അന്നഹാ അഅളമു മിനൽ ജമീഇ ഫല്യസ്തബ്ശിർ. അതുകൊണ്ട് നീ സന്തോഷം കൊണ്ടോ, നിന്റെ പാപങ്ങളൊക്കെ അവിടെ പോയി ഏറ്റുപറഞ്ഞു ദുആ ചെയ്തോ. മൻ സാറഹു വയൽജഉ ഇലല്ലാഹി തആല ബിശഫാഅത്തി നബിയിഹി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ചോദിച്ച് അല്ലാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്നവർ, അതാണ് വിലയം സ്രഷ്ടാവിലേക്ക്. നിക്കൊല്ലം നമ്മൾ വിഷയം വെച്ചത് തവസ്സുലും ഇസ്തിഗാസയും അത് അടിസ്ഥാനപരമായി എത്തിച്ചേരുന്നത് അല്ലാഹുവിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസീലയാണ്. ഇനിയോ മല്ലം യസുർഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാത്തവർ, اللهم لا تحرمنا من شفاعتي بحرمتي عندك آمين يا رب العالمين. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവിടുത്തെ ശഫാഅത്തും സിയാറത്തും ഒക്കെ നീ ഔദാര്യം ചെയ്യണം അല്ലാഹ്. ഇനി ഇബ്നുൽ ഹാജ് തങ്ങൾ പറയാണ്, വമൻ ഇഅ്തഖദ ഖിലാഫ ഹാദാ, ഈ പറഞ്ഞതിന് എതിരെ ആരെങ്കിലും വിശ്വസിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടണ്ട. മൗലിദ് ഓതിയാൽ ശിർക്കാണ്, ഇർതകബതു ചൊല്ലിയാൽ തെറ്റാണ്, യാക്രമ ചൊല്ലിയാൽ പിഴവാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ ഫഹുവ മഹ്റൂമുൻ, അയാൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കപ്പെട്ട ആളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മദ്ഹബിലെ ആധികാരിക ശബ്ദങ്ങളായി മാറിയ ഇമാമുകൾ എഴുതി വെച്ച കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അലം യസ്മഅ ഖൗലല്ലാഹി അസ്സ വജല്ല, അവർ അല്ലാഹുവിന്റെ തിരുവചനം കേട്ടിട്ടില്ലേ? വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് واستغفر لهم الرسول لوجدوا الله توابا رحيما എന്ന് കേട്ടിട്ടില്ലേ? ഫമൻ ജാഅഹു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു, വഖഫ ബിബാബിഹി, അവിടുത്തെ കവാടത്തിൽ നിന്നു, വതവസ്സല ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചു, വജദല്ലാഹ തവ്വാബൻ റഹീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുകയും കരുണ ചെയ്യുകയും ചെയ്യും. ലിഅന്ന അല്ലാഹു അസ്സ വജല്ല മുനസ്സഹുൻ അൻ ഖുൽഫിൽ മീആദ്, അല്ലാഹു തആല കരാർ ലംഘിക്കുകയില്ല. ഖദ് വഅദ സുബ്ഹാനഹു വ തആല ബിത്തൗബതി ലിമൻ ജാഅഹു വഖഫ ബിബാബിഹി വസഅലഹു വസ്തഗ്ഫറ റബ്ബഹു ഫഹാദാ ലാ യശുക്കു ഫീഹി വലാ യർതാബു ഇല്ലാ ജാഹിദുൻ ലിദ്ദീനി മുആനിദുൻ ലില്ലാഹി വലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിങ്ങൾക്ക് തൗബ കിട്ടും. ഇതിനെ എതിർക്കുന്നവൻ ആരാണ്? ഇതിൽ സംശയിക്കുന്നവൻ ആരാണ്? ജാഹിദുൽ ലിദ്ദീൻ, ദീനിനെ നിഷേധിക്കുന്നവനും, മുആനിദുൽ ലില്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവും, വലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഊദു ബില്ലാഹി മിനൽ ഹിർമാൻ. എത്ര പേജാണ് ഇമാമിയങ്ങൾ എഴുതി വെച്ചത്.
ഞാനിനിയും വായിച്ചാൽ മഹാന്മാരായ ഇമാമുകൾ എങ്ങനെ സിയാറത്ത് ചെയ്തു, അവർക്ക് മദീനത്തേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങനെ വേജാറായി പോയ ആളുകളെ വരെ ബഹുമാനപ്പെട്ടവര് എഴുതുന്നുണ്ട്. മദീനത്ത് എത്തുമ്പോഴേക്ക് അവരുടെ കാലിടറുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളെ മഹത്വമുള്ള മദീനത്തേക്ക് കടക്കാൻ അവർക്ക് പേടിയാണ്. ഞാനതിന് അർഹനല്ലല്ലോ എന്ന വിനയമുള്ളവരാണ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലീ മൻ അലൂദു ബിഹി സിവാക, തങ്ങളുടെ അടുക്കലേക്കല്ലാതെ ഞങ്ങൾക്ക് വരാൻ വേറെ ഒരു സ്ഥലമില്ല. ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ മദ്ഹബും പറഞ്ഞു മദീനത്ത് പോയി മുത്തുനബി തങ്ങളോട് തവസ്സുൽ ചെയ്യണമെന്ന്. ഇമാം മാലിക് തങ്ങളും അവിടുത്തെ മദ്ഹബും പഠിപ്പിച്ചു മദീനത്ത് പോയി ശഫാഅത്ത് തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിൽക്കണമെന്ന്. മൂന്നാമത്തെ ഇമാം ആരാണ്? അൽ ഇമാമുൽ ഖുറശി, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ആധികാരികമായി പറയാനുള്ള ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പറയാണ്, ثم يرجع الى موقفه الاول قبالة وجه رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആദ്യം സലാം പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ വന്ന് നിൽക്കണം. ഖുബാലത വജ്ഹി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തിന് നേരെ വന്ന് നിൽക്കണം. വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടുകയും അല്ലാഹുവിലേക്ക് തവസ്സുൽ ചെയ്യുകയും വേണമേ. എന്നിട്ട് പറയുന്നു വമിൻ അഹ്സനി മാ യഖൂലു, അവിടെ പറയാൻ പറ്റുന്ന നല്ല വാചകം മാ ഹകാഹുൽ മാവർദി വൽ ഖാദി അബൂ ത്വയ്യിബ് വസായിറു അസ്ഹാബിനാ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ഇമാം മാവർദി തങ്ങളും ഖാദി അബൂ ത്വയ്യിബ് തങ്ങളും ഒക്കെ പറഞ്ഞ ആ റിപ്പോർട്ട് പ്രകാരമുള്ളതാണ്. അനിൽ ഉത്ബി മുസ്തഹ്സിനീന ലഹു ഖാല കുന്തു ജാലിസൻ ഇൻദ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജാഅ അഅറാബിയുൻ ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒരു അഅറാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പറയാണ്, അവിടുത്തേക്ക് സലാം നബിയേ. സമഅതുല്ലാഹ യഖൂലു, അല്ലാഹു തആല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അഥവാ ഖുർആനിക സൂക്തം ഞാൻ കേട്ടിട്ടുണ്ട്. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഇവിടെ വന്ന മാപ്പിരന്നാൽ തൗബ കിട്ടുമെന്ന് ഖുർആനിലുണ്ടല്ലോ. വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, ഞാനിവിടെ നിന്നോട് പാപമോചനം തേടി വന്നതാണ്. ഹബീബായ തങ്ങളോട് പാപമോചനം തേടി വന്നതാണ്. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് തങ്ങളിൽ നിന്ന് ശഫാഅത്ത് തേടി വന്നതാണ്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ യഅ്ളുമുഹു ഫതാബ മിൻ طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഇവിടെ മറമാടപ്പെട്ട ഏറ്റവും മഹത്വമുള്ളവരെ, അവിടുത്തെ കൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രവിശ്യവും ശ്രേഷ്ഠമായി മാറിയല്ലോ. നഫ്സിൽ ഫിദാഉ, എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ലിഖബറിൻ അൻത സാകിനുഹു, തങ്ങൾ താമസിക്കുന്ന ഖബറിലേക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്.
ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഇതിലാണ് പവിത്രതയും ഔദാര്യവും ദാനവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ഖബറിലേക്ക് ഞാൻ സർവാത്മന സമർപ്പിച്ചിരിക്കുന്നു. ഈ വരികൾ ഇന്നും അവിടുത്തെ തൂണിൽ സ്വർണ്ണ പ്രതലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇഅ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ നമുക്ക് ഇവിടേക്കല്ലാതെ വേറെ എവിടേക്കാണ് ഓടിച്ചെല്ലാനുള്ളത്? ഈ ലോകത്തും പരലോകത്തും നമുക്കുള്ള അഭയകേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ഹമീമി, ഈ വരിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇക്കൊല്ലോ അങ്ങനെ തുടർന്നാൽ ബുറുദ തീരൂല. അതുകൊണ്ട് ഈ വരി തന്നെ വിശദീകരിച്ചാൽ ഇനിയും ഇക്കൊല്ലത്തെ പരമ്പര തീർന്നാലും തീരാത്തത്ര ഇമാമുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള അഭയത്തിന്റെ വളരെ മഹോന്നതമായ കാര്യങ്ങൾ ഇമാമുകൾ എഴുതി വച്ചിരിക്കുന്നു. നമ്മൾ അതിന്റെ കേവലം വായനക്കാർ മാത്രമാണ്, പഠിതാക്കൾ മാത്രമാണ്, മുത്തഅല്ലിമുകൾ മാത്രമാണ്. നമ്മുടെ കയ്യിൽ സ്വന്തമായി ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല. ഞാനിപ്പോൾ വായിച്ചത് ഇമാമുൻ നവവി തങ്ങൾ ശർഹുൽ മുഹദ്ദബിൽ എഴുതി വെച്ചതാണ്. ഇതേ ആശയം തന്നെ പ്രിയമുള്ളവരെ നമുക്ക് വായിക്കാം. എവിടെയാണ്? ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹുവിന്റെ അൽ മുഗ്നി എന്ന ഹംബലി മദ്ഹബിലെ കിതാബിലും ഇതേ സംഗതി ഉദ്ധരിക്കുന്നു. ഇനി ഞാൻ വായിക്കുന്നില്ല അത്. അപ്പോൾ 4 മദ്ഹബിന്റെ ഇമാമുകളും അവരുടെ അനുയായികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്യണം, ശഫാഅത്ത് തേടണം, അത് അവലംബ കേന്ദ്രമാണെന്ന് വിശ്വസിച്ച് സമീപിച്ചവരാണ്. പിന്നീട് വന്ന ഏതോ ചില ബുദ്ധിശൂന്യരോ ഭാഗ്യം കുറഞ്ഞവരോ ആണ് ആ ആശയത്തെ ആരോപിക്കാനോ അതിനെതിരെ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാനോ വന്നത്. ഈ ശരിയായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ദുആ ചെയ്യാം. കഴിയുന്നത് പോലെ തുടർ ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഈ വരികളിൽ സഞ്ചരിക്കാം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാലും തീരാത്ത നേതാവാണ്. അതാ ഞാനൊരു സംഭവം ഉദ്ധരിച്ചു നിർത്തുന്നു. അൽ ഫജ്റുൽ മുനീർ ഫി സ്വലാത്തി അലൽ ബശീരിൻ നദീർ എന്ന കിതാബിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. തബറുക്കിന് വേണ്ടി വായിച്ച് നമുക്ക് ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ടവർ ഈ കിതാബിന്റെ 529 പേജിൽ ഉദ്ധരിക്കുന്നു. നമുക്കുള്ള വലിയൊരു പ്രതീക്ഷയാണ്. വകാന ബിൽ ഉന്ദുലുസി റജുലുൻ സാലിഹുൻ യുറഫു ബിൽ കഹാൽ. കഹാൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ഉന്ദുലുസിൽ ഉണ്ടായിരുന്നു. എല്ലാവരും എഴുന്നേറ്റൊന്ന് നിന്നാൽ വലിയൊരു സന്തോഷാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തേക്ക് ഉമ്മരത്തേക്ക് ഓരോ ദിവസത്തെയും സ്നേഹപ്രപഞ്ചം നമ്മളൊരു കാണിക്കയാക്കി വെക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതറിയാൻ വലിയ പ്രയാസമാണ്. അയ്യൽ വറാ ഫഹുമു മഅനാഹു ഫലൈസ യുറാ. ആ നേതാവിന്റെ സ്ഥാനം അറിയുമ്പോഴല്ലേ ഈ പറയുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവുക. അറിഞ്ഞ ഇമാമുകൾ എഴുതി വെച്ചത് വായിക്കുമ്പോൾ
നമ്മൾക്ക് അറിയാനായിട്ടില്ല. പക്ഷേ നമ്മൾ ഇമാമീങ്ങളെ പിൻപറ്റി അവര് പറഞ്ഞ മഹത്വങ്ങളെ ഏറ്റുപറയുന്നവരാണ്. എന്നാൽ ചില ആളുകൾക്കറിയില്ല. അറിഞ്ഞവരെ ഒട്ടവർ അംഗീകരിക്കുകയുമില്ലെന്ന് വരുമ്പോഴാണ് പ്രശ്നം. നമുക്ക് പ്രാപിക്കാനായില്ലെങ്കിലും പ്രാപിച്ചവർ പറഞ്ഞത് നമ്മൾ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? സാദൃശ്യപ്പെടുത്താൻ ഒരു സൃഷ്ടിയും ലോകത്തില്ല. ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേറെ ഒരാളില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. അങ്ങനെയുള്ള നേതാവിനെ എങ്ങനെയാണ് നമ്മൾ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം വായിക്കുമ്പോൾ ഇതൊരു സൃഷ്ടി ചെയ്തത് തന്നെയാണോ എന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടു പോകും. അതേ, അഅ്ളമുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ്. അത് അഷ്റഫുൽ ഖൽഖാണ്, അത് അഅ്ളമുൽ ഖൽഖാണ്, അത് അക്മലുൽ ഖൽഖാണ്, അജല്ലു ഖൽഖില്ലാഹിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നമുക്ക് അനുകൂല സാക്ഷിയാക്കി തരട്ടെ. അതാ കഹാൽ എന്നറിയപ്പെടുന്ന ആൾ, ഖദ് ഉസിറ ലഹു വലദുൻ, അദ്ദേഹത്തിന്റെ മകൻ പിടിയിലായി, ബന്ദിയാക്കപ്പെട്ടു. ഫഖറജ മിൻ ബലദിഹി ഖാസിദൻ ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ഫീ അംരി വലദിഹി, മകന്റെ കാര്യത്തിൽ ഒരു പരിഹാരം തേടി അദ്ദേഹം മദീനയിലേക്ക് പോയി. ഫലഖിയഹു ബഅദു മആരിഫിഹി, ചില പരിചയക്കാർ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഫഖാല, അവര് ചോദിച്ചു, ഇലാ ഐന, എവിടേക്കാണ് പോണത്? അദ്ദേഹം പറഞ്ഞു, ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതശഫഉ ബിഹി, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശുപാർശ തേടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന തശഫഉ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കുല്ലി മകാനിൻ നാഫിഉൻ, എവിടെ വെച്ച് ശഫാഅത്ത് തേടിയാലും കിട്ടുമല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് മദീനത്തേക്ക് പോണത്? ഇവിടുന്ന് തന്നെ അങ്ങ് ശഫാഅത്ത് തേടിക്കൂടെ? നിങ്ങൾ കാത്തിരുന്ന് കഷ്ടപ്പെടണ്ട, യാത്ര ചെയ്ത് പ്രയാസപ്പെടാതെ തന്നെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയായ പ്രസ്താവനയാണ്. പക്ഷേ അദ്ദേഹത്തിനത് മതിയായില്ല. ഫലം യഫ്അൽ ഇല്ലൽ വസൂല ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം നേരെ മദീനത്ത് ചെന്നിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടിയത്. ഫലമ്മാ ജാഅൽ മദീന, അങ്ങനെ മദീനയിൽ വന്നു. തഖദ്ദമ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. വഅഖ്ബറഹു ബിഹാജതിഹി, ആവശ്യം ഉന്നയിച്ചു. വതവസ്സല ബിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തു. ഫറഅൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി വഹുവ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. അപ്പോഴവിടുന്ന് പറഞ്ഞു, ഇർജിഅ ഇലാ ബലദിക, നാട്ടിലേക്ക് തന്നെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഫഅദ ഇലാ ബലദിഹി, അങ്ങനെ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഫവജദ വലദഹു ഖദ് ഖല്ലസഹു അല്ലാഹു തആല, അല്ലാഹു തആല അദ്ദേഹത്തെ മോചിപ്പിച്ച കാരണത്താൽ നാട്ടിലുണ്ടായിരുന്നു. ഫസഅലഹു അൻ ഹാലിഹി, അവസ്ഥ അന്വേഷിച്ചപ്പോൾ ഫഖാല ഇന്ന ഫിൽ ലൈലത്തിൽ ഫുലാനിയതി ഖല്ലസനില്ലാഹു തആല വജമാഅതൻ കസീറതൻ മിനൽ ഉസാറാ, ഇന്ന രാത്രിയിൽ ഞങ്ങൾ എന്നെയും ഒരു പറ്റത്തെയും ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കിട്ടിയിട്ടുണ്ട്. വൈദാത്തിൽ കല്ലൈലത്തു, ആ രാത്രി ഏതാണെന്നറിയുമോ? ലൈലത്തു വസൂലി വാലിദിഹി ഇലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വാപ്പ നടന്നു ചെന്ന് ആ രാത്രി തന്നെ മകന് മോചനം കിട്ടി. അശ്ശഫാഅത ഹബ് ലനാ
في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي الصلاة. അല്ലാഹു തആല നമുക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവിടുത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അല്ലാഹു നിറച്ചു തരട്ടെ. ഈ സ്നേഹപ്രപഞ്ചം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ഞങ്ങൾക്കൊരു നിമിത്തമാക്കി തരണം അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه على كل حال. അല്ലാഹുവേ, ഞങ്ങൾ ഇത്രയും നേരം നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നീ ആ നബിയെ കുറിച്ച് ഖുർആനിൽ എന്താണ് പറഞ്ഞത്? ഓ നബിയേ, അവിടുന്ന് ആകാശത്തേക്ക് നോക്കുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു നബിയേ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ആ പ്രയോഗത്തിനൊരു മധുരമുണ്ട്. ഓ നബിയേ, അവിടുന്ന് എന്നെ ലക്ഷ്യം വെച്ച് തിരിഞ്ഞത് ഞാൻ കണ്ടു എന്നല്ല, തങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്നാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരാള് ഇഷ്ടപ്പെട്ട മറ്റൊരാള് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോൾ റബ്ബ് നോക്കിയെന്നല്ലേ അതിന്റെ അർത്ഥം. എന്നെ നോക്കിയപ്പോൾ ഞാൻ കണ്ടു എന്നല്ലല്ലോ പറഞ്ഞത്, തങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടൂന്ന്. എന്റെ കൂട്ടുകാരൻ, എന്റെ ഇഷ്ടക്കാരൻ, എന്റെ ഇഷ്ടക്കാരി ഒരു സ്ഥലത്തിരുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ നോക്കാണ്, അയാൾ എവിടേക്കാണ് നോക്കുന്നത്. അതുപോലെയല്ലേ തലകാലം ആവശ്യമില്ലാത്ത റബ്ബ് പറഞ്ഞത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. തങ്ങളുടെ നോട്ടം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ആ നോട്ടത്തിൽ മക്കത്തേക്ക് നോക്കാനുള്ള പൂതി ഞാൻ കണ്ടു നബിയേ. അതുകൊണ്ട് ഖിബ്ലതൻ തർളാഹ, ആ പൂതിക്കനുസരിച്ച് ഖിബ്ല തിരിച്ചോ. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. ആ മുത്തു നബി തങ്ങളെയാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞത്. അവിടുത്തെ സന്നിധിയിൽ പോകുന്ന കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്, ഖൽബ് നന്നാക്കണം അല്ലാഹ്. ഈ സ്നേഹപ്രപഞ്ചം ഞങ്ങൾക്ക് നാളെ സ്വർഗീയ വസന്തത്തിലേക്ക് ഒരു നിമിത്തമാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഖബറിലാണ്. അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പിതാവും സയ്യിദ് ബഅലവി തങ്ങളുടെ മാതാവും അതുപോലെ ഈ മജ്ലിസിലുള്ള പലരുടെയും ഉപ്പമാര്, ഉമ്മമാര്, സ്നേഹജനങ്ങൾ, റബ്ബേ, അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാഹ്.